ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി അല്പസമയം ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്ന വിഷയം ദൈവഭയം ജ്ഞാനത്തിൻ്റെയും നീതിയുടെയും അടിസ്ഥാനം എന്നതാണ്. പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന നിസ്സഹായനായ ദൈവത്തിൻ്റെ ഒരു പുരോഹിതനെ 4 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ദാരുണമായ കാഴ്ച മനുഷ്യരിലെ തിന്മയുടെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് ദൈവഭയത്തിൻ്റെ അഭാവമാണ്. മനുഷ്യർ തങ്ങളുടെ സൃഷ്ടാവിനോടുള്ള ആദരവില്ലാതെയും ഉത്തരവാദിത്വ ബോധമില്ലാതെയും ജീവിക്കുമ്പോൾ പാപം വർദ്ധിക്കുമെന്നും അനീതി തഴച്ചു വളരുമെന്നും വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ദൈവഭയത്തിൻ്റെ ആവശ്യകതയെ സ്ഥിരീകരിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ദൃശ്യമായ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും ഇസ്രായേൽ ജനത കലാപത്തിൽ വീഴുകയും അവരുടെ അനുസരണക്കേടിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. പുതിയ നിയമത്തിലാകട്ടെ സത്യസന്ധമായും വിട്ടുവീഴ്ചയില്ലാതെയും പ്രഘോഷിക്കപ്പെടുന്ന ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തോടുള്ള ഭയവും ഭക്തിയും ആദരവുമില്ലാതെ നമുക്ക് എങ്ങനെ സ്നേഹത്തിലും നീതിയിലും ജീവിക്കുവാനും സമാധാനത്തിൽ നടക്കുവാനും സാധിക്കും? നമ്മുടെ ഹൃദയങ്ങൾ എങ്ങനെ രൂപാന്തരപ്പെടും? ദൈവഭയം എന്നത് അടിമത്തത്തിൻ്റെ ഭീതിയല്ല, മറിച്ച് സർവശക്തനായ ദൈവം എപ്പോഴും നമ്മെ കാണുന്നുണ്ടെന്നും അറിയുന്നുണ്ടെന്നും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും വിധി കൽപ്പിക്കുന്നുണ്ടെന്നും ഉള്ള അഗാധമായ ബോധ്യവും ആദരവുമാണ്. സങ്കീർത്തനം 139 1 മുതൽ 4 വരെ. സദൃശവാക്യങ്ങൾ 1:7 പ്രഖ്യാപിക്കുന്നത് പോലെ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഇത് ജ്ഞാനത്തിൻ്റെ അടിത്തറയും തിന്മയ്ക്കെതിരെയുള്ള സംരക്ഷണവും ധാർമ്മിക ജീവിതത്തിൻ്റെ നങ്കൂരവുമാകുന്നു. സുവിശേഷകനായ ഒരു നല്ല ദൈവദാസൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: മനുഷ്യർ എല്ലാവരെയും എല്ലാറ്റിനെയും ഭയപ്പെടുന്നു, എന്നാൽ ദൈവത്തെ മാത്രം ഭയപ്പെടുന്നില്ല. ആ ദൈവദാസൻ പറഞ്ഞത് ദൈവഭയം എല്ലാ ഭയങ്ങളുടെയും പ്രതിവിധി എന്നാണ്. യേശു ഇങ്ങനെ പഠിപ്പിച്ചു: ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിനെന്ന്. മത്തായി 10:28. ഇത് നമ്മെ ഭയപ്പെടുത്തുവാനല്ല, മറിച്ച് നിത്യമായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാനാണ്. എബ്രായർ 9:27-28 സ്ഥിരീകരിക്കുന്നത് പോലെ എല്ലാവരും ഒരിക്കൽ മരിക്കണം, അതിനുശേഷം ന്യായവിധിയെ നേരിടണം. എന്നാൽ ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ചുമന്ന് തനിക്കായി കാത്തിരിക്കുന്നവർക്ക് രക്ഷ വാഗ്ദാനം ചെയ്യുന്നു. അപ്പസ്തോലന്മാരും ഈ വിശുദ്ധമായ ഭയത്തോടും ഭക്തിയോടും ആദരവോടെയും ജീവിക്കുവാൻ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. 1 പത്രോസ് 1:17. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവൻ്റെ ന്യായവിധിയുടെ സമയം വന്നിരിക്കുന്നു. വെളിപാട് 14:7.
ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ. ഫിലിപ്പിയർ 2:12. ദൈവഭയം നമ്മെ തിന്മയിൽ നിന്ന് അകറ്റുന്നു. സദൃശ്യവാക്യങ്ങൾ 16:6. ജ്ഞാനം വളർത്തുന്നു. ഇയ്യോബ് 28:28. ഇത് മനുഷ്യന്റെ സമ്പൂർണമായ കടമയുമാണ്. സഭാപ്രസംഗി 12:13. ദൈവത്തെ വെറും സൗകര്യപൂർവമായ ഒരു രൂപമായി മാത്രം കാണുന്ന ഇന്നത്തെ ലോകത്ത് സഭ വിട്ടുവീഴ്ചകളെ പ്രതിരോധിക്കണം. യഥാർത്ഥ ദൈവഭയം അവന്റെ മഹിമയിലും ശക്തിയിലും വിശുദ്ധിയിലും അവനെ കാണുവാനും അനുസരണത്തിലൂടെ അവനെ ബഹുമാനിക്കുവാനും നീതിയിൽ നടക്കുവാനും നമ്മെ വിളിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ജ്ഞാനത്തോടെ ജീവിക്കുവാനും തിന്മയെ തടയുവാനും ക്രിസ്തുവിന്റെ വരുവാനിരിക്കുന്ന രാജ്യത്തിന് സാക്ഷ്യം വഹിക്കുവാനും കഴിയുകയുള്ളൂ. നമ്മൾ ഭൂമിയിൽ പരദേശികൾ മാത്രമാണ്. നീതിയോടെ വിധിക്കുന്ന ദൈവമായ കർത്താവിനോട് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് മറന്നു പോകരുത്. നമുക്ക് ദൈവഭയത്തെ വീണ്ടെടുക്കാം. അത് നമ്മെ ഭയത്തിന്റെ അടിമകളാക്കുവാനല്ല, മറിച്ച് സ്വാതന്ത്ര്യം, സ്നേഹം, വിശുദ്ധി, സമാധാനം എന്നിവ നൽകുന്ന ഭയവും ഭക്തിയും ആദരവും ആയിരിക്കണമേ. എൻ്റെ വാക്കുകളെ ഇവിടെ ഞാൻ ചുരുക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ജ്ഞാനവും ജീവനും നൽകുന്ന നിന്നോടുള്ള ഭയവും സ്നേഹവും ഭക്തിയും ബഹുമാനവും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകളിലും ചിന്തകളിലും പ്രവൃത്തികളിലും നിന്നെ ബഹുമാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിട്ടുവീഴ്ചകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും നിന്റെ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിശ്വാസത്തിൻ്റെ പേരിൽ കഷ്ടത അനുഭവിക്കുന്നവരെയും ലോകത്തിൻ്റെ ക്രൂരത നേരിടുന്നവരെയും ഞങ്ങൾ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ ഭയമില്ലാതെ ജീവിക്കുന്നവരുടെ ഹൃദയങ്ങളെ മൃദുവാക്കുകയും അവരെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുകയും ചെയ്യണമേ നാഥ. നിന്റെ ദാസന്മാരെ സംരക്ഷിക്കണമേ. നിന്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. ഞങ്ങളുടെ ജീവിതം കൊണ്ട് നിന്റെ വിശുദ്ധിയെ പ്രതിഫലിപ്പിക്കുമാറാകണമേ. നിന്നെ മുഖാമുഖം കാണുന്ന നാൾ വരെ ആദരവോടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം. ഹല്ലേലൂയ.